ഇതിൻ്റെ അകത്തും അങ്ങനെയുള്ളത് ഭയങ്കര ലൈവായിട്ട് ഭയങ്കര നാച്ചുറലായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. എന്നാൽ ശരിക്കും പറഞ്ഞാൽ നാച്ചുറൽ അല്ലാത്ത ഒരു ആക്ടറുടേതായ ഇൻ്റർപ്രിട്ടേഷനൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ഇപ്പോൾ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ഫിലിം പെർഫോം ചെയ്യുന്ന ഇതുപോലെയല്ല, അതിൻ്റെ ഇടയിലുള്ള ഒരു വേറൊരു സാധനമുണ്ട് അതിൻ്റെ ഉള്ളിൽ. അത് കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്നതാണോ അതോ അങ്ങനെ സംഭവിക്കുന്നതാണോ? സംഭവിച്ചു പോകുന്നതാണ്. കോൺഷ്യസ് ആയിട്ട് അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ലാണ് എൻ്റെ. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ ചന്ദ്രനെ ഇടിച്ചിട്ട് കഴിഞ്ഞിട്ട് ആ ബാറ്റ് എടുത്തുകൊണ്ട് അങ്ങോട്ടോടി ഇങ്ങോട്ടോടി അവളെ കണ്ട് തിരിച്ച് അങ്ങോട്ട് ഓടുന്ന സ്ഥലം പ്രത്യേകിച്ചൊന്നുമില്ല അവിടെ, പക്ഷെ അത് നമ്മൾ അറിയാതെ ചിരിച്ചു പോകുന്ന ഒരു ബോഡി ലാംഗ്വേജ് ആണ് അതിൻ്റെ അകത്തുള്ളത്. അത് ഈ പറഞ്ഞ ഇവിടെ കുറേ ദിവസം നമ്മൾ വർക്ക് ചെയ്തും ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അതായി പോവും എന്ന് പറയും. ആ രീതിയിലുള്ള കുറേ കഴിയുന്ന സമയത്ത് ഇപ്പോൾ നമ്മളിപ്പോൾ അരവിന്ദേട്ടൻ്റെ അരവിന്ദൻ്റെ മാറാട്ടം എന്ന് പറഞ്ഞ സിനിമേൻ്റെ അകത്തുള്ള അതിലവതരിപ്പിച്ച ഒരു പ്രശ്നം വെച്ചാൽ ഒരു കഥാപാത്രത്തിനെ കുറേ കാലം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കർണൻ അഭിനയിക്കുന്ന ആൾ കുറേ കഴിയുമ്പോൾ അയാൾ കർണനായി മാറുമെന്ന് പറയുന്ന പോലെ ഈ ഷൂട്ടിംഗ് തുടങ്ങുന്ന സമയത്തൊന്നും ഷൂട്ടിംഗ് ഏതാണ്ട് പകുതി തീരാറാവുന്ന സമയത്താകുമ്പോഴത്തേക്ക് കഥാപാത്രത്തിൻ്റെ സ്വഭാവം വന്നു ചേരാറുണ്ടോ? തീർച്ചയായിട്ടും. നമ്മൾ കാരണം അത്രയും ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്തു പോകുന്നത് നമ്മുടെ സാധാരണ എന്നിൽ നിന്ന് മാറി ഒരുപാട് സമയം ചിലവഴിക്കുന്ന കഥാപാത്രമായിട്ടും ആ സിറ്റുവേഷൻസിൽ കൂടെ പോകുമ്പോൾ അറിയാതെ നമുക്ക് ആ ഇൻഫ്ലുവൻസ് ഉണ്ടാവും. അവസാനമാകുമ്പോഴേക്കൊക്കെ നമ്മുടെ സംസാരവും നമ്മുടെ എല്ലാ രീതിയും അതുമാതിരിയായിട്ട് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പല സിനിമകളും അതുപോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയിലും കാരണം ഒരു അറിയാതെ നമ്മളിലേക്ക് വന്നു പോകുന്നതാണ്. നമ്മൾ അതിനുവേണ്ടി മനഃപൂർവ്വം ഒന്നും ചെയ്യുന്നില്ല. കുറേ ദിവസം അതിൽ നിന്ന് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളതായി മാറും എന്ന് പറയും. അതുപോലെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ചില സമയങ്ങളിൽ തോന്നിയത് രക്ഷാധികാരി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില സമയത്ത് തോന്നുന്നത് ഇത് ബിജു മേനോൻ തന്നെയാണ് എന്ന് തോന്നും, ചില സമയങ്ങളിൽ ഇത് ബൈജു ആണെന്ന് തോന്നും. അങ്ങനെയുള്ളൊരു സാധനം ഇങ്ങനെ തോന്നിയിട്ടുണ്ട്. ഞാൻ ഈ സിനിമ ചെയ്ത് അത്രയധികം ഇഷ്ടപ്പെട്ടും രസിച്ചുമാണ്. കാരണം എനിക്ക് പേഴ്സണലി ഞാൻ പറഞ്ഞില്ല, എനിക്ക് വലിയ ടെൻഷനൊന്നും എടുക്കാൻ പറ്റില്ല ലൈഫിൽ. അത്രയും ടെൻഷൻസ് ഒന്നുമില്ലാതെ വളരെ റിലാക്സ് ചെയ്തിട്ട്. അപ്പോൾ ഈ കഥാപാത്രം അങ്ങനത്തെ എൻ്റെ ഒരു ബേസിക് നേച്ചറുമായിട്ട് ചെറിയൊരു ബന്ധമുള്ളൊരു കഥാപാത്രമാണ്. അപ്പോൾ ഞാൻ വളരെയധികം ആസ്വദിച്ച് ചെയ്തത് എൻജോയ് തന്നെയാണ് ഓരോ മൊമെൻറ്റും ചെയ്തത്. അപ്പോൾ അതിലുണ്ടാവുമായിരിക്കും. അല്ല രഞ്ജപ്പോൾ കുറേ പറഞ്ഞു. ഞാൻ തിരിച്ചൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഈ കഥ എന്നെ ഇമ്പ്രസ് ചെയ്യിച്ചു. രഞ്ജൻ വന്ന് സംസാരിച്ച ആദ്യത്തെ അതുകൊണ്ട് ബിജു സ്ക്രിപ്റ്റ് വായിച്ച് കേൾക്കുക എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ കുറച്ച് സീൻസ് വായിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മതി നമുക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞു. ആ കഥാപാത്രം എനിക്ക് ഇഷ്ടമാവാൻ തിരക്കി. എനിക്ക് നല്ല ആർക്കും ഇഷ്ടമാവുന്ന രീതിയിൽ ഒരുപാട് കഥാപാത്രങ്ങളും എൻ്റെ കഥാപാത്രമാണെങ്കിലും രഞ്ജൻ മുൻപ് കണ്ട ഏതെങ്കിലും കഥാപാത്രമാണോ അത് രഞ്ജൻ വായിച്ച ഏതെങ്കിലും കഥകളിലെയാണോ ഈ ഒരു കഥാപാത്രം എങ്ങനെയാണ് രഞ്ജൻ്റെ മനസ്സിൽ വന്നതെന്ന്? ഇതിൽ ശരിക്കും കഥ TS അർജുൻ എന്ന് പറഞ്ഞിട്ടൊരു പേര് കാണാം. അപ്പോൾ അത് പുള്ളി ഒരു കോളേജ് പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ചെയ്തിരുന്നൊരു കഥ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്ത് കഥാപാത്രത്തിനെ അതുപോലെയല്ല ആ കഥ. ഈ ബൈജു എന്ന കഥാപാത്രത്തെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ മുമ്പ്? തീർച്ചയായിട്ടും സിറ്റുവേഷനും കാരണം സിറ്റുവേഷൻ ഞാൻ പടം ചെയ്തപ്പോൾ എനിക്കറിയാവുന്ന ഒരുപാട് നാടൻ മുഹൂർത്തങ്ങളുള്ളതുകൊണ്ട് ഞാൻ ചോദിച്ചു. അത് കഥാപാത്രത്തിനെ നമ്മൾ കാണുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പ്രൈമറിലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഥാപാത്രത്തിനെ ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടെത്തുമ്പോഴാണ് അത് ഏറ്റവും നന്നാവുന്നത്. എൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടെത്തി കഴിഞ്ഞാലാണ് പിന്നെ അതിൻ്റെ മുകളിലുള്ള പണി തുടങ്ങുന്നത്. ഇയാളുമായിട്ട് എനിക്ക് എവിടെയോ ഒരു ബന്ധമുണ്ടെന്ന് തോന്നുമ്പോഴാണ് ആ പണി തുടങ്ങുന്നത്. ഒന്നാമത് ഇയാൾക്ക് ഈ നാട് എന്ന് പറയുന്ന ഒരു ഫീലിംഗ് അതൊക്കെ അത് എൻ്റെ ഉള്ളിൽ തന്നെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ എനിക്ക് തോന്നിയത് ബിജുവിൻ്റെ ഉള്ളിലുള്ള കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്കുണ്ട്. അത് ഞാനാണെന്ന് മനസ്സിൽ തോന്നിയതിന് ശേഷം വരുന്നതല്ലേ? അത് തീർച്ചയായിട്ടും അതെ. മനസ്സിൽ തോന്നുകയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കഥാതന്ത്രം ഇതിൻ്റെ ഒരു ഫോർമാറ്റ് വന്നപ്പോൾ തന്നെ അത് ബിജു എന്നുള്ളത് വന്നിട്ടുണ്ട്. ആദ്യം തന്നെ ഉണ്ടായി വരുന്ന എഴുതുമ്പോൾ അത് ഇൻഫ്ലുവൻസ് ചെയ്യുമോ? ശരിക്കും തീർച്ചയായിട്ടും അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കാര്യം എനിക്ക് എന്ന് വെച്ചാൽ കുറേ കാലമായിട്ട് ബിജുവിനെ അറിയാവുന്നതുകൊണ്ടും നമ്മൾ വളരെ അടുത്ത് അറിയാവുന്നതുകൊണ്ടും എന്താ വെച്ചാൽ കുറേ ഇതൊക്കെ ബിജു ചെയ്താൽ നന്നായിരിക്കുന്നതാണ്, ഇങ്ങനത്തെ ചില നമ്പറുകൾ ഉണ്ട് എന്നൊക്കെ ഉള്ളത് എനിക്ക് അറിയാവുന്നതൊക്കെ അത് ഇണങ്ങുന്ന രീതിയിൽ അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. പിന്നെ ബൈജു എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിനെന്ന് പറഞ്ഞാൽ എല്ലാ നാട്ടിലും ഉണ്ട് സത്യത്തിൽ അങ്ങനെ ഒരാളുണ്ടാവും. ഇപ്പം ഞാനിങ്ങനെ ഓർത്ത് നോക്കുന്ന സമയത്ത് എനിക്ക് അറിയാവുന്ന ഒരു 4-5 ബൈജുമാരുണ്ട് ആ ഒരു നാട്ടിൽ തന്നെ. അപ്പോൾ അവർ പലതരത്തിലാണ്. ചിലർ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്ന ആൾക്കാരായിരിക്കും, ചില എല്ലാത്തിൻ്റെ അകത്ത് ഇതുപോലെ ഇടപെട്ടുകൊണ്ട് നിൽക്കുന്ന. എനിക്കിത് ചെയ്തപ്പോൾ ഫീൽ ചെയ്തത് ഭയങ്കരമായിട്ട് എന്തിലും സന്തോഷം കണ്ടെത്തുന്നൊരു കഥാപാത്രമല്ലേ. ടെൻഷൻ എടുക്കാനൊന്നിനും വയ്യ, എവിടെ സന്തോഷം ഉണ്ടാകാതെ തേടി പോകുന്നു. അപ്പോൾ എനിക്കുണ്ടായിരുന്നു പണ്ട്. ഇപ്പോൾ നാളെ ഇതിൻ്റെ ഗാനമേള ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് അന്നത്തെ രാത്രി ഭയങ്കര സന്തോഷമാണ്. നാളെ മറ്റേ ഗാനമേള ഉണ്ടല്ലോ, അല്ലെങ്കിൽ നാളെ മറ്റേ ക്രിക്കറ്റ് മാച്ച് ഉണ്ടല്ലോ, അല്ലെങ്കിൽ നാളെ മറ്റേ സിനിമ റിലീസ് ചെയ്യുന്നുണ്ടല്ലോ. അതിന് സന്തോഷം മാത്രം. ദുഃഖം വേറൊന്നും കൂടെ പറഞ്ഞാൽ അത് വലിയ പ്ലാനും പദ്ധതികളൊന്നും ഇല്ലാത്ത ഒരാൾ, അതാണ് അത് പറയേണ്ടത്. അയാൾക്ക് വലിയ പ്ലാനും പദ്ധതിയൊന്നുമില്ല. അയാളുടെ ജീവിതം പോകുന്ന രീതിയിൽ അങ്ങ് ജീവിതം. അതാണ് നമ്മുടെ ജീവിതം അങ്ങനെ സ്വച്ഛമായിട്ട് അങ്ങ് ജീവിച്ചു പോകാമെന്ന് അയാൾ ഡയലോഗ് പറയുന്ന പോലെ തന്നെ അയാൾക്ക് വലിയ പ്ലാനും പദ്ധതിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അയാൾ എന്തും രസിക്കുന്നത് ആ കഥാപാത്രത്തിൻ്റെ. ആ അർത്ഥത്തിൽ ശരിക്കും പറഞ്ഞാൽ അത് ബിജു മേനോൻ തന്നെയാണ് അല്ലേ? ഈ ചിത്രത്തെ എങ്ങനെ വിലയിരുത്തുന്നു?
ഈ ചിത്രത്തെ പ്രേക്ഷകരാണല്ലോ വിലയിരുത്തേണ്ടത്. അവർ ഇപ്പോൾ പറയുന്നത് നല്ലൊരു സിനിമയാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇതുവരെ കണ്ടിട്ടുള്ള ആൾക്കാരുടെ നിന്ന് കിട്ടിയിരിക്കുന്ന ഒരു ഫീഡ്ബാക്ക് വെച്ചിട്ട് അത് കഴിയുന്ന സമയത്ത് അവർക്ക് ഒരു വല്ലാത്ത വിങ്ങലോടുകൂടെ കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് ഇറങ്ങുന്നത്. എന്നാൽ നമ്മൾ കരയിക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമവും ആ സിനിമയിൽ നടത്തിയിട്ടില്ല. നമ്മൾ ചിരിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമവും നടത്തിയിട്ടില്ല. ഒന്നും ഡെലിബറേറ്റ് ആയിട്ട് ഒന്നിനു വേണ്ടി ആൾക്കാർക്ക് എവിടെയെങ്കിലുമൊക്കെ റിലേറ്റ് ചെയ്യാവുന്ന ഒരുപാട് കഥാപാത്രങ്ങളുള്ള, പിന്നെ അങ്ങനത്തെ സിറ്റുവേഷൻ എല്ലാവർക്കും ഈ ഒരു ഗ്രാമം എല്ലാവർക്കും നൊസ്റ്റാൾജി ചെയ്യുന്നതാണ്. എല്ലാവർക്കും ഇപ്പോൾ ചെയ്യാൻ പറ്റാത്തതൊക്കെ ആയിട്ടുള്ള ഒരുപാട് സിറ്റുവേഷനുകളുണ്ടാണ്. പിന്നെ ബൈജുവിൻ്റെ കുടുംബത്തിനകത്തുള്ള ഒരു വാംത്ത് എന്ന് പറയുന്നത് വളരെ ഇതായിട്ട് ആൾക്കാർ പറഞ്ഞിട്ടുള്ളൊരു സാധനമാണ്. ആ ഒരു കുടുംബത്തിലുള്ള നമ്മൾ ഒരുപാട് അങ്ങനെ കുടുംബത്തിൻ്റെ സംഭവങ്ങളൊന്നും പറയാനൊന്നും പോയിട്ടില്ല. കുഞ്ഞു കുഞ്ഞു സീനുകളിലൂടെ ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് പോയത്. പക്ഷേ ആ ഒരു കുടുംബത്തിൻ്റെ ഒരു വാംത്ത്, അയാളുടെ വൈഫായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പും ഒക്കെ വളരെ സട്ടിലായിട്ടാണ് പോയിരിക്കുന്നത്. നല്ല പെർഫോമൻസ്, ഹന്നയും വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എല്ലാവരും വളരെ നന്നായി. കാരണം ഈ പറഞ്ഞാണ് എല്ലാവർക്കും അവരവരറിഞ്ഞുകൊണ്ട് ചെയ്യാന്ന് പറയില്ലല്ലോ. അതൊരു കഥാപാത്രം ഭയങ്കര ഇന്നുമാതിരി ചെയ്യണമെന്നല്ല, എല്ലാവരും ജസ്റ്റ് ബിഹേവിയർ ആയിരുന്നു. കാരണം അങ്ങനെയായിരുന്നു എൻ്റെ പാറ്റേണും സിറ്റുവേഷൻസ്. താങ്ക്സ് ടു രഞ്ജൻ, താങ്ക്സ് ടു ബിജു. അത് നമുക്ക് എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ എത്ര ഒരു ലൈഫ് ഉണ്ടാവേണ്ടായിരുന്ന, കാരണം ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നത് ശരിക്കും സിനിമയ്ക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യുന്നു. പരിചയമുള്ള, പ്രത്യേകിച്ച് ബിജു മേനോൻ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിന്. കാരണം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വെച്ചാൽ ബിജുവിന് ശരിക്കും ഒരാളുമായിട്ട് പരിചയപ്പെടാനും അടുക്കാനും, കാഷ്വലായിട്ട് പരിചയപ്പെടാനും അടുക്കാനും പ്രശ്നമല്ല, പക്ഷെ ഒരു പ്രൊഫഷണലി ഒരു വർക്കിലേക്ക് ഇടപെട്ടുകൊണ്ട് പരിചയപ്പെടാനും അടുക്കാനും ഒക്കെ കുറച്ച് സമയം, ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയിൽ കണ്ടുമുട്ടുന്നതിനിടയിൽ കുറേ കാലം കാണാത്തൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ കുറേ സമയം ഉണ്ടായിരുന്നു. കുറേ കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ പറയുകയും ഓർക്കുകയൊക്കെ ചെയ്ത് വീണ്ടും ഒരു ആത്മാവിൽ കൂട്ടിമുട്ടുക എന്ന് പറയുന്നൊരു കാര്യം. അത്തരത്തിലൊരു ആത്മാവിൽ കൂട്ടിമുട്ടൽ ഉണ്ടാകുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ രജനി സാർ എന്ന് ശങ്കറുമായിട്ട് സിനിമ ചെയ്തപ്പോൾ ഉണ്ടായ ഒരു കാര്യത്തിനെ പറ്റി എവിടെയോ വെച്ച് അവരത് ആത്മാവിൽ കൂട്ടിമുട്ടുന്ന സമയത്ത് അതൊരു വലിയൊരു സംഭവമായി മാറുന്നില്ല. സംഭവിക്കുന്നതാണ്. നമ്മൾ വളരെ പ്രീ പ്ലാൻഡ് ആയിട്ട് ചെയ്യുന്നതല്ല, എപ്പോഴോ വിധിക്കപ്പെട്ടത് സംഭവിക്കാന്ന് പറയില്ലേ. ഒരു നല്ല നടൻ ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല സംവിധായകനും കൂടി ആയിരിക്കണോ ഉള്ളിൽ, അയാളുടെ ഒരു കഥാപാത്രത്തിന്. അതായത് വേറെ ഒന്നുമില്ല, ഇപ്പോൾ നമ്മളൊരു സീൻ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലത് വിഷ്വലൈസ് ചെയ്യും. നമ്മളറിയാതെ വിഷ്വൽസ് വരും. നമ്മളിപ്പോൾ ഇങ്ങനെ നടന്ന് അവിടെ പോയി എന്നുള്ള അങ്ങനത്തെ വിഷ്വൽ നമ്മുടെ മനസ്സിൽ കയറും. ചിലപ്പോൾ അത് അതുപോലെ ആയിരിക്കില്ല സംവിധാനം എടുക്കുന്നത്, വേറെ രീതിയിലായിരിക്കും. പക്ഷെ നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ ദിവസം വർക്ക് ചെയ്ത് വരുമ്പോൾ നാച്ചുറലി നമുക്കിപ്പോൾ തോന്നിപ്പോൾ അടുക്കളയിൽ നിന്ന് കയറി വന്നിട്ടായിരിക്കും ഇത് പറഞ്ഞു തുടങ്ങണമെന്ന് തോന്നി. ചിലപ്പോൾ അത് ബ്രേക്ക് ചെയ്തിട്ട് വേറെ ഇത് കുളിച്ചിട്ട് കയറി വരുന്നതായിരിക്കും നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ നമ്മൾ എഴുതി വെച്ചിട്ടുള്ള നിങ്ങൾ ആ ലൊക്കേഷൻ വെച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ടാക്കുന്ന മാറ്റങ്ങളാണ്. അപ്പോൾ നമ്മൾ നമ്മളെ രീതിയിൽ വിഷ്വലൈസ് ചെയ്യും. അത് രണ്ടും കൂടെ ബ്ലെൻഡ് ആകുമ്പോഴാണ് നല്ല ഔട്ട്പുട്ട് ഉണ്ടാവുക. അങ്ങോട്ട് ഡിസ്കസ് ചെയ്ത് കംഫർട്ടബിൾ ആയിട്ടുള്ള, കാരണം ആർട്ടിസ്റ്റിൻ്റെ കംഫർട്ടും എല്ലാ രീതിയിലും ടെക്നിക്കലിയും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വരാനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ സിനിമയും സീൻസൊക്കെ നന്നാവും. ഞാൻ എന്താ പറഞ്ഞത്, കറക്റ്റ് തന്നെയല്ലേ?